നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. നമസ്കാരം. കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം കേരളത്തിൽ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ്. കേരളത്തിൽ മാത്രമല്ല, ദേശീയ തലത്തിൽ പോലും അത് ചർച്ചാ വിഷയമായി. കഴിഞ്ഞ ദിവസം 5 വർഷത്തേക്ക് 5 മുഖ്യമന്ത്രിമാരെ നിശ്ചയിച്ചോട്ടെ എന്ന് പ്രധാനമന്ത്രി പറഞ്ഞതോടുകൂടി. അപ്പോൾ എന്തായിരിക്കാം സർ ഈ ഒരു വലിയ പ്രോസസ്സ് ഇങ്ങനെ പോകുന്നത്? ഇത് ഹൈക്കമാൻഡ് കണക്കുകൂട്ടലുകൾ അട്ടപടലം തെറ്റിയ കാഴ്ച നമ്മൾ കാണുന്നത്. ജനവിധിയെ തോൽപ്പിക്കാൻ ഒരു ഹൈക്കമാൻഡിനും കഴിയില്ല. അതിപ്പോൾ ലീഗിൻ്റെ വാദങ്ങളിലും ഘടകകക്ഷികളുടെ പ്രതികരണങ്ങളിലുമൊക്കെ നമ്മൾ കാണുന്നു. ലീഗിൻ്റെ ഒരു നേതാവ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഇന്ന് പറഞ്ഞിരിക്കുന്നത് പുറത്തിറങ്ങാൻ കഴിയില്ലെന്നാണ്. അതെ, ജനങ്ങൾ മുഖത്ത് കാർക്കിച്ച് തുപ്പുന്ന ഒരവസ്ഥയിലാണ്. ഈ ജയിച്ച MLA-മാരുടെ സ്ഥിതി എന്താ? അവർക്കിപ്പോൾ വിജയാഹ്ലാദം നടത്താൻ കഴിയുന്നില്ല. വിജയാഘോഷം മണ്ഡലങ്ങളിലൂടെ അവരുടെ ആ ഒരു വിജയം ആഘോഷിക്കാൻ കഴിയുന്നില്ല. വല്ലാത്ത അവസ്ഥയിലാണ്. കാരണം ജനം പരിഹസിക്കുകയാണ്. സാധാരണ MLA-മാരൊക്കെ ജയിച്ചാൽ ഈ വിജയാഹ്ലാദ പ്രകടനങ്ങളുണ്ട്, മണ്ഡലത്തിൽ പര്യടനമുണ്ട്. ഇപ്പോൾ പര്യടനത്തിന് ഇറങ്ങുന്ന MLA-മാർ പറയുന്നത് ഒരിടത്തും ആളെ കാണാനില്ല, ആർക്കും ഒരു താല്പര്യമില്ല, എല്ലാവരും വീടടച്ചിരിക്കുക. അതുകൊണ്ട് മുഖ്യമന്ത്രി തീരുമാനം വരുന്നത് വരെ ഇത്തരം വിജയാഹ്ലാദങ്ങളൊക്കെ പല MLA-മാരും ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുക. നിങ്ങളുടെ മുഖ്യമന്ത്രി ആര് എന്ന ചോദ്യം. മറുവശത്ത് കേരളത്തിലെ ജനങ്ങൾ 102 MLA-മാരെ വിജയിപ്പിച്ച് സ്വർണ്ണത്താലത്തിൽ വെച്ച് രാഹുൽ ഗാന്ധിക്ക് വെച്ച് കൊടുത്തതാണ്. എന്നിട്ട് എന്താ സംഭവിച്ചത്? കണക്ക് കൂട്ടി കളിച്ച് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാവാൻ ഒരാൾ ഡൽഹിയിൽ കാത്തിരിപ്പുണ്ടായിരുന്നു, KC വേണുഗോപാൽ. KCയെ വാഴിക്കാനുള്ള തന്ത്രങ്ങളാണ് ഹൈക്കമാൻഡ് തുടക്കം മുതൽ ആസൂത്രണം ചെയ്തത്. അതിൻ്റെ ഭാഗമായിരുന്നു 2021 പ്രതിപക്ഷ നേതാവിൻ്റെ തെരഞ്ഞെടുപ്പ്, പിന്നീട് ഇക്കുറി സ്ഥാനാർത്ഥി നിർണയങ്ങൾ, ഇതിനിടയിൽ വന്ന KPCC അധ്യക്ഷനെ നിയോഗിക്കൽ, യൂത്ത് ഫ്രണ്ട് അധ്യക്ഷൻ, യൂത്ത് കോൺഗ്രസ് അധ്യക്ഷൻ, KSU അധ്യക്ഷൻ. ഈ ഘട്ടത്തിലൊക്കെ KC വേണുഗോപാൽ തന്ത്രപൂർവ്വം തനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടവരെ അവിടെയൊക്കെ തിരികെ കയറ്റി ഒരു KC ടീം ശരിക്കും ബിൽഡപ്പ് ചെയ്തു കേരളത്തിൽ. എന്നാൽ മറുവശത്ത് രമേശ് ചെന്നിത്തലയ്ക്കും VD സതീശനുമൊക്കെ ഇക്കാര്യത്തിൽ വലിയ പാളിച്ചകൾ സംഭവിച്ചു. 2021 ഇനി ഗ്രൂപ്പ് രാഷ്ട്രീയം കേരളത്തിൽ വേണ്ട എന്ന് KC വേണുഗോപാൽ പ്രഖ്യാപിച്ചപ്പോൾ മറുവശത്ത് ഗ്രൂപ്പ് വളർത്താനോ ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ വലിയൊരു വിഭാഗത്തെ ഒപ്പം നിർത്താനോ രമേശ് ചെന്നിത്തല ശ്രമിച്ചില്ല, VD സതീശന് ശ്രമിച്ചില്ല. VDക്ക് അതിനുള്ള ഒരു പശ്ചാത്തലവുമില്ല. കാരണം AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് KC വേണുഗോപാൽ. KC വേണുഗോപാലിനെ ധിക്കരിച്ച് ഒരു സംവിധാനം കെട്ടിപ്പടുക്കാനൊന്നും VDയെ പോലൊരു നേതാവിന് കഴിയില്ല. പക്ഷെ VD ആഗ്രഹിച്ചത് പ്രതിപക്ഷ നേതാവിൻ്റെ ആ കസേരയിൽ നിന്ന് മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാമെന്നാണ്. VD അത്തരമൊരു ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് തൻ്റെ നിലപാടുകളിലൂടെയാണ്. ഒന്ന്, കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100-ലധികം സീറ്റുകൾ നേടും, ഉജ്ജ്വല വിജയം നേടാൻ UDF-ന് കഴിഞ്ഞില്ലെങ്കിൽ താൻ വനവാസത്തിന് പോകും. ഇത്തരം നിലപാടുകൾ കേരളത്തിൽ പ്രഖ്യാപിക്കാൻ ഒരു VD സതീശന് കഴിഞ്ഞുള്ളൂ. അവിടെ മറ്റൊരു KC വേണുഗോപാലിനെ നമ്മൾ കണ്ടില്ല. നമുക്കറിയാം, ചാനൽ ഇൻ്റർവ്യൂകളിലൊക്കെ KC വേണുഗോപാലിനോട് കേരളത്തിൽ എത്ര ഭൂരിപക്ഷം ചോദിക്കുമ്പോൾ KC പറയുന്നത് 80-ന് മുകളിൽ നിന്നാണ്. അമിത ആത്മവിശ്വാസം പോലും KCക്കില്ല. അതുകൊണ്ടാണ് KC നിയമസഭയിൽ മത്സരിക്കാതിരുന്നത്. നിയമസഭയിൽ KC 100-ലധികം സീറ്റുകൾ UDF-ന് കിട്ടും എന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ നിശ്ചയമായും മത്സരിച്ചേനെ. പ്രതിപക്ഷ നേതാവായി 2016 മുതൽ 2021 വരെ കേരളത്തിൽ നിറഞ്ഞു നിന്ന രമേശ് ചെന്നിത്തലയെ 2021 വെട്ടി. എന്നാൽ 2021 മുതൽ 2026 വരെ പ്രത്യേകിച്ച് അധികാരമൊന്നുമില്ല എങ്കിലും രമേശ് ചെന്നിത്തലയും കളം നിറഞ്ഞുണ്ടായിരുന്നു. പിണറായി വിജയനെതിരെയുള്ള ആരോപണങ്ങൾ ഉയർത്തുന്നതിൽ, പല പ്രതിപക്ഷ നേതൃനിരയെ കോർത്തിണക്കിക്കൊണ്ടുള്ള പല പ്രതിഷേധ പ്രകടനങ്ങൾ നയിക്കുന്നതിലൊക്കെ രമേശ് ചെന്നിത്തലയ്ക്ക് പങ്കുണ്ട്. അഴിമതി ആരോപണങ്ങൾ ഉന്നയിക്കുന്നതിൽ ഒക്കെ രമേശ് ചെന്നിത്തല മുന്നിട്ടിറങ്ങിയിരുന്നു. അപ്പോൾ ശരിക്കും രമേശ് ചെന്നിത്തലയും VD സതീശനും നിറഞ്ഞു നിന്ന കേരളത്തിൻ്റെ ഒരു പ്രതിപക്ഷ മുഖമാണ് നമ്മൾ കണ്ടത്. അവിടെയാണ് കയറിൽ കെട്ടിത്തൂങ്ങി KC വേണുഗോപാൽ കേരളത്തിലേക്ക് ഇറങ്ങാൻ ചിട്ടവട്ടമൊരുക്കിയത് ഈ തെരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം. ഇത് VD സതീശനും രമേശ് ചെന്നിത്തലയും എതിർത്തതോടെ ചേരിതിരിഞ്ഞു കേരളത്തിൽ. കഴിഞ്ഞ ശനിയാഴ്ച ഡൽഹിയിൽ നടന്ന ആ നാടകം, അത് മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽ ഗാന്ധിയും ഒരുമിച്ച് ഈ 3 പേരെയും ശാസിച്ച് അവരെ ഭയപ്പെടുത്തി KCയെ
ജയിപ്പിക്കലായിരുന്നു ലക്ഷ്യം. പക്ഷെ അത് പാളി. കാരണം കേരളത്തിൽ വലിയ പ്രകടനങ്ങൾ നടത്തുന്നു, സമൂഹ മാധ്യമങ്ങളിൽ വലിയ ആവേശം കാണുന്നു, മറുവശത്ത് ചെന്നിത്തലയും വിഡിയും കട്ടയ്ക്ക് നൽകുന്നു. അവരുദ്ദേശിച്ച അത്ര കാര്യങ്ങൾ എളുപ്പമായിരുന്നില്ല. 2 കാരണങ്ങളാണ് ഹൈക്കമാൻഡ് ഭയപ്പെടാനുള്ള കാരണം. ഒന്ന്, കേരളത്തിലെ ജനങ്ങൾ KC വേണുഗോപാലിനെ അത്രയേറെ ആഗ്രഹിക്കുന്നില്ല എന്ന തോന്നൽ ഇപ്പോൾ ഹൈക്കമാൻഡിനുണ്ട്. പക്ഷേ ഹൈക്കമാൻഡ് മുന്നോട്ട് വയ്ക്കുന്നത് കോൺഗ്രസിൻ്റെ കീഴ്വഴക്കമാണ്. ഒരു തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ അതിൽ MLA-മാരുടെ ഭൂരിപക്ഷം നോക്കി നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കുക. ഇവിടെ വലിയൊരു പാളിച്ചയുണ്ട്. MLA-മാരുടെ എണ്ണം നോക്കി അവിടെ നിയമസഭാ കക്ഷി നേതാവിനെ നിശ്ചയിക്കാം. പക്ഷേ ഇവിടെ നിയമസഭയിലുള്ളൊരു വ്യക്തിയല്ല KC. KC ഇപ്പോൾ പാർലമെൻറ്റിലെ ഒരു അംഗമാണ്. MLA-മാരുടെ ആ കൂട്ടം ചേർന്നൊരു നേതാവിനെ തിരഞ്ഞെടുക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട MLA-മാരിൽ നിന്ന് വേണം. അവരിൽ ഒരാളായിരിക്കണം. അതിനവിടെ കഴിയുന്നില്ല. അപ്പോൾ അടിസ്ഥാനപരമായി വലിയൊരു പാളിച്ച ഹൈക്കമാൻഡിന് സംഭവിച്ചു. രണ്ടാമത്തെ പാളിച്ച, ഹൈക്കമാൻഡിനെ സംബന്ധിച്ച് അവർ മുൻകൂർ ഒരു നിലപാടെടുത്തിരുന്നു. MP-മാർ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ടതെന്ന്. അപ്പോൾ MP-മാർ മത്സരിക്കേണ്ടതില്ല എന്നൊരു നിലപാടെടുത്ത ഹൈക്കമാൻഡ് പിന്നീട് ഒരൊറ്റ വ്യക്തിയുടെ കാര്യത്തിൽ എന്തിനാണ് തിരുത്തൽ കൊണ്ടുവരുന്നത്, നിലപാട് തിരുത്തുന്നത്? ഈ ചോദ്യം കേരളത്തിലെ ജനങ്ങളുടെ ഭാഗത്തു നിന്ന് ഉയരാൻ തുടങ്ങി. ഈ 2 വലിയ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകേണ്ട ബാധ്യത ഹൈക്കമാൻഡിൻ്റെ തലയിലായി. ഇതോടെയാണ് ഖാർഗെയും രാഹുലും ഒന്ന് വരേണ്ടത്. കഴിഞ്ഞ ശനിയാഴ്ച ഖാർഗെയുടെ വീട്ടിൽ ആദ്യം ദിവദാസ് മുൻഷി എത്തുന്നു, പിന്നീട് 3 മുഖ്യമന്ത്രി മോഹികളും എത്തുന്നു, അതിനുശേഷം രാഹുൽ ഗാന്ധി എത്തുന്നു. യോഗം തുടങ്ങി ഏതാനും മിനിറ്റുകൾക്കകം പ്രിയങ്ക ഗാന്ധി ഖാർഗെയെ ബന്ധപ്പെടുന്നു. ഖാർഗെയെ കണ്ട് പ്രിയങ്ക ഗാന്ധി പറയുന്നു, രാഹുൽ ഗാന്ധിയെ കണ്ട് പറയുന്നു, കേരളത്തിൽ നിന്ന് മുസ്ലിം ലീഗ് തന്നെ ബന്ധപ്പെട്ടിരുന്നു. ET മുഹമ്മദ് ബഷീറിൻ്റെ ഒരു ഫോൺ കോൾ, അതാണ് പ്രിയങ്ക ഗാന്ധി ഉദ്ദേശിച്ചത്. ഒരു കാരണവശാലും നിയമസഭാ അംഗമായി തിരഞ്ഞെടുക്കപ്പെടാത്ത ഒരാളെ മുഖ്യമന്ത്രിയായി കേരളത്തിൽ അവതരിപ്പിക്കരുത് എന്നാണ് ലീഗ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ലീഗിനെ ധിക്കരിച്ചാൽ വയനാട് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളിൽ വലിയ വെല്ലുവിളിയാകും. ഇക്കാര്യം പ്രിയങ്ക ഗാന്ധിക്ക് ബോധ്യപ്പെട്ടു. പ്രിയങ്ക ഗാന്ധി ഇക്കാര്യം ഖാർഗെയെയും രാഹുൽ ഗാന്ധിയെയും അറിയിച്ചപ്പോൾ ആദ്യത്തെ ആവേശമൊക്കെ ചോർന്നു. പിന്നീട് ചെന്നിത്തലയും VD സതീശനെയും ഭയപ്പെടുത്തി KC അവതരിപ്പിക്കാനുള്ള ശ്രമം നടത്തി, അതും പരാജയപ്പെട്ടു. ദിവസങ്ങൾ ഒരു ഇടവേള കൊടുക്കുക, അതിനിടയിൽ കേരളത്തിലെ ഈ കലുഷിത അന്തരീക്ഷം ഒന്ന് തണുപ്പിക്കുക, ഒരു ഫയർ ഫൈറ്റിംഗ്, അതിനാണ് പിന്നീട് ഹൈക്കമാൻഡ് ശ്രമിക്കുന്നത്. പക്ഷേ ഈ ഫയർ ഫൈറ്റിംഗ് അങ്ങ് വിജയിക്കുന്നില്ല. KC വേണുഗോപാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഫോൺ എടുക്കുന്നില്ല, വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്, ആരുമായും ബന്ധപ്പെടുന്നില്ല. പക്ഷേ തൻ്റെ ഓപ്പറേഷൻസ് കൃത്യതയോടെ നീക്കുന്നുണ്ട്. കാരണം സർജിക്കൽ ഓപ്പറേഷന് ബഹുമിടുക്കന് KC വേണുഗോപാൽ. അപ്പോൾ വീട്ടിൽ അടച്ചിരുന്ന് സർജിക്കൽ ഓപ്പറേഷനുകൾ ഇപ്പോൾ വളരെ ഭംഗിയായി നടത്തുന്നുണ്ട്. VD സതീശനും ഇത്തരം മൂവ്മെൻറ്റ്സിൻ്റെ ആളാണ്. വലിയൊരു ബഹുജന മുന്നേറ്റം ഒരുക്കാനുള്ള ആർജവമൊക്കെ VDക്കുണ്ട്. ചെന്നിത്തല ഒരു സമവായത്തിൻ്റെ ആളാണ്. പക്വതയോടെ കാര്യങ്ങൾ കാണാം എന്ന് അദ്ദേഹം കരുതുന്നു. ഇവിടെയാണ് ഹൈക്കമാൻഡ് ആകെ അട്ടപടലം കുഴഞ്ഞത്. ഇപ്പോൾ ഹൈക്കമാൻഡ് തടിയൂരാൻ കേരളത്തിലെ മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിപ്പിച്ചിരിക്കുകയാണ്. മുല്ലപ്പള്ളി രാമചന്ദ്രൻ, MM ഹസൻ, K മുരളീധരൻ, K സുധാകരൻ, MM ഹസൻ, ഇവരെയൊക്കെ വിളിച്ചിരിക്കുക. ഏകദേശം 5ഓളം മുൻ KPCC അധ്യക്ഷന്മാരെ ഡൽഹിക്ക് വിളിക്കുന്നു. പക്ഷേ ഇവിടെയും ചില അപകടങ്ങളുണ്ട്. നമുക്കറിയാം, എനിക്ക് തോന്നുന്നു തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉൾപ്പെടെയുള്ളവരെ വിളിച്ചിട്ടുണ്ട്. ഇവരിൽ പലരും ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, K സുധാകരൻ, MM ഹസൻ, ഇവരൊക്കെ പഴയ വലിയ A ഗ്രൂപ്പ് നേതാക്കളാണ്. ഇതിനകത്ത് K സുധാകരൻ മാത്രമേ ഒരു കറതീർന്ന A ഗ്രൂപ്പ് നേതാവല്ലാതുള്ളൂ. മറ്റുള്ളവരൊക്കെ K മുരളീധരൻ I ഗ്രൂപ്പിനെ പ്രതിനിധീകരിച്ചുവെങ്കിലും ഇടക്കാലത്ത് A ഗ്രൂപ്പുമായി സമരസപ്പെട്ടിരുന്നു. ഇവരെയൊക്കെ ഈ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഏതെങ്കിലും ഒരു വിധത്തിൽ തനിക്ക് അനുകൂലമാക്കിയെടുക്കാൻ KC വേണുഗോപാലിന് കഴിഞ്ഞിരുന്നു. അതിന് KCയോട് അത്രയേറെ ഒരു താല്പര്യം പ്രകടിപ്പിക്കാത്തത് K മുരളീധരൻ മാത്രമാണ്. കാരണം K മുരളീധരൻ ആ പഴയ ചതിവ് ഇപ്പോഴും മനസ്സിലുണ്ട്. തൻ്റെ ജീവിതത്തിലെ ഏറ്റവും നിർണായക ഘട്ടത്തിൽ അന്ന് തോളോട് തോൾ ചേർന്ന് കരുണാകരൻ വളർത്തിക്കൊണ്ടുവന്ന K മുരളീധരൻ തന്നെ ചതിച്ച് 3ാം ഗ്രൂപ്പിൻ്റെ ഭാഗമായൊരു കഥയുണ്ട്.
അത് മുരളീധരൻ്റെ മനസ്സിലുണ്ട്. ആ മുറിവ് അത്ര പെട്ടെന്നൊന്നും ഉണങ്ങില്ല. അതുകൊണ്ടാണ് കെ മുരളീധരൻ അതിശക്തമായി വി ഡി സതീശന് വേണ്ടി ഇക്കുറി നിലകൊണ്ടത്. മറുവശത്ത് കെ സുധാകരൻ കെ സി അനുകൂലിക്കും, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ കെ സിക്കൊപ്പമാണ്, എം എം ഹസൻ ഒരുപക്ഷെ ആൻ്റണിയുടെ പ്രേരണയെ തുടർന്ന് രമേശിന് അനുകൂലമായി എങ്കിൽ മാത്രമേ ഉള്ളൂ. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പോകുന്നില്ല എന്നാണ് കേൾക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ രമേശ് ചെന്നിത്തലയെ ആരൊക്കെ അവിടെ പിന്തുണയ്ക്കുമെന്ന് നമുക്കിപ്പോൾ വലിയ നിശ്ചയമില്ല. പക്ഷെ ഓർക്ക് ഇതൊക്കെ ഗ്രൂപ്പ് അടിസ്ഥാനത്തിലുള്ള പോർവിളികളാണ് നടക്കുന്നത്. ഗ്രൂപ്പില്ല എന്ന് പറയുമ്പോഴും മറുവശത്ത് കെ സി വേണുഗോപാൽ കേരളത്തിൽ വളർത്തിയെടുത്തൊരു വലിയ സംവിധാനമുണ്ട്. അവർ ഗ്രൂപ്പിനേക്കാൾ ശക്തമാണ്. അതൊരു വലിയ പവർ ഗ്രൂപ്പാണ്. ആ ഗ്രൂപ്പിനെ അട്ടിമറിച്ച് കേരളത്തിലെ ജനഹിതം നടപ്പാകണമെങ്കിൽ അത്ര എളുപ്പമല്ല. പക്ഷേ കെ സിയെ ഇനി നിർബന്ധപൂർവം ഹൈക്കമാൻഡ് കേരളത്തിൽ അവതരിപ്പിച്ചാലോ അത് വലിയ പ്രതിസന്ധികൾക്ക് കാരണമാകും. ഒന്ന്, കെ സി വേണുഗോപാൽ മുഖ്യമന്ത്രിയായി വന്നാൽ ആ മന്ത്രിസഭയിൽ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും ചേരാതെ മാറി നിന്നാൽ അത് വലിയ ജനകീയ പ്രക്ഷോഭങ്ങളിലേക്ക് കടക്കും. അത് സർക്കാരിനെ അസ്ഥിരപ്പെടുത്തും. അത്തരമൊരു സാഹചര്യം മുസ്ലിം ലീഗ് ഭയക്കുന്നു. അതുകൊണ്ടാണ് ലീഗ് ഇപ്പോൾ കട്ടയ്ക്ക് നിലപാടെടുത്തിരിക്കുന്നത്. ഇക്കുറി നിയമസഭയിൽ വിജയിച്ചു വന്ന ഒരാളെ മുഖ്യമന്ത്രിയാക്കിയാൽ മതി എന്ന്. ലീഗിൻ്റേത് കടുത്ത നിലപാടാണ്. തുടക്കത്തിൽ തന്നെ കല്ലുകടി. അപ്പോൾ ഈ ലീഗുമായുള്ള അസ്വസ്ഥതകൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ്. ലീഗിനെ തടുപ്പിക്കാനാണ് ഓരോ ദിവസവും ഇപ്പോൾ ഹൈക്കമാൻഡ് ചെലവിടുന്നത്. ഏതു വിധേനയും മുതിർന്ന നേതാക്കളെ ഉപയോഗിച്ച് ഇനി സംസ്ഥാനത്തെ മറ്റ് രണ്ടുപേരിൽ മാത്രമല്ല സംസ്ഥാനത്തെ പ്രതിഷേധമുയർത്തുന്ന ഘടകങ്ങൾക്ക് മേൽ ഒരു ഫയർ ഫൈറ്റിംഗ് നടത്തണം. ഇതൊരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല, മുഖ്യമന്ത്രിയെ കണ്ടുപിടിക്കുക എന്നത് മാത്രമല്ല ഈ യാത്രയുടെ ഉദ്ദേശം. ഈ മുൻ KPCC അധ്യക്ഷന്മാരുടെ ഇതൊക്കെ ഹൈക്കമാൻഡിൻ്റെ ഒരു കഴിവുകേടിൻ്റെ പ്രതിഫലനമാണ്. കൂടുതൽ ദുർഘടമായ ഘട്ടങ്ങളിലേക്ക് ഓരോ മണിക്കൂറുകളിലും ഓരോ ദിവസവും കഴിയും തോറും ഹൈക്കമാൻഡ് ചെന്നുപെടുന്ന കാഴ്ച. അത്യധികമായി ഒരു ഫോർമുല ഉരുത്തിരിയണം. ആ ഫോർമുല നമുക്കറിയാം അത്ര എളുപ്പമല്ല. കാരണം കെ സിയെ മുഖ്യമന്ത്രിയാക്കിയാൽ സതീശനും രമേശ് ചെന്നിത്തലയും ഒരുപക്ഷെ മന്ത്രിസഭയിലേക്ക് വരില്ല. സതീശനെ മുഖ്യമന്ത്രിയാക്കിയാൽ അത്തരമൊരു മന്ത്രിസഭയിൽ സാധാരണ ഒരു മന്ത്രിയായി ഇരിക്കാൻ രമേശ് ചെന്നിത്തല എന്ന സീനിയർ കോൺഗ്രസ് നേതാവിന് കഴിയില്ല. ഇനി കെ സിക്കും സതീശനും അപ്പുറം രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രിയായാൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയുടെ മന്ത്രിസഭയിൽ ഒരു ഉപമുഖ്യമന്ത്രിയായി ധനകാര്യമോ ആഭ്യന്തരമോ പോലൊരു പ്രധാനപ്പെട്ട വകുപ്പും ചുമതലയായി എടുത്ത് വി ഡി സതീശനെ അവിടെ ഉൾക്കൊള്ളിക്കാൻ കഴിയും. അവിടെയും പ്രശ്നമാകുന്നത് കെ സി വേണുഗോപാലിൻ്റെ താല്പര്യങ്ങളാണ്. AICCയുടെ സംഘടന ചുമതലയുള്ള ജനറൽ സെക്രട്ടറിയാണ് കെ സി. 7 വർഷമായി ആ സ്ഥാനത്തിരിക്കുന്നത്. ഇക്കുറി അവിടെ നിന്ന് തുരത്താൻ ഉത്തരേന്ത്യൻ നേതാക്കൾ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇവിടെ ഒരു ചോദ്യം ബാക്കിയാവുന്നു. ഇതിനു മുമ്പും AICC സംഘടന ചുമതലയുള്ള ധാരാളം ജനറൽ സെക്രട്ടറിമാർ സ്ഥാനമൊഴിഞ്ഞിട്ടുണ്ട്. അവർക്കൊന്നും അന്ന് ഇത്തരം പരിഗണനകൾ നൽകിയിരുന്നില്ല ഹൈക്കമാൻഡ്. ഇതിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പ്രത്യേക താല്പര്യമുള്ളതുകൊണ്ട് രാഹുൽ ഗാന്ധി ഏത് വിധേനയും കെ സിയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായി അടിച്ചേൽപ്പിക്കാൻ ശ്രമങ്ങൾ നടത്തുന്നു. അതിനെയാണ് ഘടകകക്ഷികളും ജനങ്ങളുമൊക്കെ ചോദ്യം ചെയ്യുന്നത്. ഇവിടെ രാഹുലിനും കെ സിക്കുമുള്ള ഒരു ധാർഷ്ട്യം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അഹങ്കാരം എന്ന് പറയുന്നത്, MLA-മാരിൽ ഭൂരിപക്ഷം തങ്ങളെ അനുകൂലിക്കുന്നു, കെ സി അനുകൂലിക്കുന്നു എന്നുള്ളൊരു വാദമാണ്. അത് സാങ്കേതികത്വം മാത്രമാണ്. കാരണം കെ സി വേണുഗോപാലിനെ പോലെ അധികാര ബിന്ദുവിൽ നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇത്തരം MLA-മാരെയും MP-മാരെയും ഒക്കെ തന്നിലേക്ക് ആകർഷിക്കാനും തനിക്ക് അനുകൂലമാക്കി നിർത്താനും കെ സിക്ക് കഴിയും. കെ സിയെ പിണക്കി ഒരാൾ പോലും ഇതിൽ വാഴില്ല. അവരൊക്കെ പാർട്ടിയിൽ അപ്രസക്തരാകും. പക്ഷെ കാലാന്തരത്തിൽ പ്രത്യേകിച്ച് സ്ഥാനങ്ങളൊന്നും ഇല്ലാതെ നിന്ന രമേശ് ചെന്നിത്തലയെ സംബന്ധിച്ച് അത്തരം സമ്മർദ്ദതന്ത്രങ്ങൾ ഒരുക്കാൻ കഴിയില്ല. മറുവശത്ത് വി ഡി സതീശനെ സംബന്ധിച്ച് പലരും അഭിപ്രായപ്പെടുന്നത് ഇതുവരെ ഒരു നല്ല മുഖ്യമന്ത്രി മെറ്റീരിയലല്ല എന്നാണ്. പ്രതിപക്ഷ നേതാവായി നന്നായി ശോഭിച്ചു, ശരി തന്നെ. പക്ഷേ വി ഡിയെ ഒരു നല്ല പ്രതിപക്ഷ നേതാവായി കാണാം, ഒരു മുഖ്യമന്ത്രി മെറ്റീരിയലായി കാണാൻ കഴിയില്ല എന്ന വാദവും ഉയരുന്നു. ഇതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ. ഈ കേരള രാഷ്ട്രീയത്തിൽ പൊതുവെ അത് UDF-ലായാലും LDF-ലായാലും പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരിക്കുന്നവർ സ്വാഭാവികമായും ഒരു ജയിച്ചു വന്നു കഴിഞ്ഞാൽ മുഖ്യമന്ത്രി പദത്തിലേക്കുള്ളൊരു ചോയ്സ് ആകുമല്ലോ. അതാണ് വി ഡി സതീശൻ ക്യാമ്പ് നാച്ചുറൽ ചോയ്സ് എന്ന് പറയുന്നത്.
അപ്പോൾ ആ നാച്ചുറൽ ചോയ്സിനെ മറികടന്ന് കേന്ദ്രത്തിൽ നിന്നൊരു നേതാവ് ഇവിടേക്ക് വരാൻ ഈ കേന്ദ്ര നേതൃത്വത്തിൻ്റെ താല്പര്യം അല്ലാതെ മറ്റെന്തെങ്കിലും ഘടകമുണ്ടോ കേരളത്തിൽ? അല്ല, എന്നൊരു വ്യവസ്ഥയില്ല. നമുക്കറിയാം, ഇപ്പോൾ 2016-21 അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നത് ചെന്നിത്തലയാണ്. അതെ. പിന്നീട് 2021 MLA-മാരിൽ ഭൂരിപക്ഷവും പിന്തുണച്ചത് ചെന്നിത്തലയാണ്. പക്ഷേ ചെന്നിത്തല തുടർന്ന് പ്രതിപക്ഷ നേതാവായില്ല. 2011-16 കാലഘട്ടത്തിൽ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവായിരുന്നത് VS അച്യുതാനന്ദൻ. 2016 ഇടതുപക്ഷം അധികാരം പിടിക്കുമ്പോൾ VS മുഖ്യമന്ത്രിയാകുമെന്നാണ് കേരളം കരുതിയത്. പക്ഷെ അന്ന് പിണറായി വിജയനാണ് നെറുക്ക് വീണത്. പിണറായി വിജയനെയാണ് പാർട്ടി തിരഞ്ഞെടുത്തത്. മുൻപും കോൺഗ്രസിൽ പലപ്പോഴും ഇത്തരം മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി കസേരയിലിരുന്ന കരുണാകരനെ ഇടയ്ക്ക് വെച്ച് മാറ്റുന്നു. പിന്നീട് വന്ന AK ആന്റണിയെ മാറ്റി ഉമ്മൻചാണ്ടി വരുന്നു. അപ്പോൾ ഓരോ കാലഘട്ടങ്ങളിലും ഇത്തരം ചേഞ്ചസ് ഉണ്ടായിട്ടുണ്ട് അധികാര ഘടനയിൽ, നേതൃസ്ഥാനങ്ങളിൽ. ഇവിടെ ആരാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി വരേണ്ടത് എന്ന ചോദ്യം, അത് KC വേണുഗോപാലിന് ജനം അംഗീകരിക്കുന്നില്ല. അതെ, ഈ മുഖ്യമന്ത്രി എന്ന് പറയുമ്പോൾ ഒരു ജനകീയ നേതാവായിരിക്കണമല്ലോ. അതെ, ഇപ്പോൾ ഈ ഒരു തർക്കങ്ങൾക്കൊടുവിൽ 3 മുഖങ്ങളും ഒരു വില്ലൻ ഫേസിലേക്ക് മാറുകയല്ലേ? പക്ഷേ ഇനി ആര് മുഖ്യമന്ത്രി ആയാലും ജനങ്ങൾ അത്രയേറെ ഈ സംവിധാനത്തെ ഇതിനകം തന്നെ വെറുത്തു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് പിണറായി വിജയനെ എത്രത്തോളം വെറുത്തു, അത്രത്തോളം വെറുപ്പ് ഈ 7 ദിവസങ്ങൾക്കുള്ളിൽ വന്നു കഴിഞ്ഞു. കാരണം ഇനിയുള്ള മന്ത്രിസഭ ക്രമീകരണം, കോർപ്പറേഷൻ വീതം വെയ്പ്പ്, അതിനുശേഷമുള്ള ഭരണം, ഇതിലൊക്കെ ഈ അടി അത് പ്രതിഫലിക്കും. കാരണം ആരും പിന്നോട്ട് നിൽക്കില്ല. ഇവിടെ ആരാണ് മുറിവേൽക്കുന്നത് എന്നതാണ് മുഖ്യം. ആർക്ക് മുറിവേറ്റാലും അവർ വെറുതെ ഇരിക്കില്ല. ഇപ്പോൾ അടങ്ങി ഒതുങ്ങി നിൽക്കുന്നത് തങ്ങളിലേക്ക് മുഖ്യമന്ത്രി സ്ഥാനം വരുമെന്ന പ്രതീക്ഷയിലാണ്. ആ പ്രതീക്ഷ ചെന്നിത്തലയ്ക്കുണ്ട്, VDക്കുണ്ട്, KCക്കുണ്ട്. KCയെ സംബന്ധിച്ച് പക്ഷേ ഇതൊക്കെ അറിയാവുന്ന ഒരാളാണ്. എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യതയോടെ അറിയാവുന്ന വ്യക്തി KC വേണുഗോപാലാണ്. ഒരുപക്ഷെ KCക്ക് വേണ്ടി തയ്യാറാക്കപ്പെടുന്ന തിരക്കഥയാവും ഇതൊക്കെ. നമുക്കറിയാം, മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിലിരുന്ന ആ ഒരു പേപ്പർ, ഏതൊക്കെ MLA-മാർ ആരെ പിന്തുണച്ചു എന്നതിൻ്റെ ആ പേപ്പർ, അത് ലീക്കായതും ഇതെല്ലാം ഒരു ഗൂഢാലോചനയുടെ ഭാഗമാണ്. കാരണം മുകുൾ വാസ്നിക്കിനെ പോലെ ഒരാൾ ഇത്ര അബദ്ധമൊന്നും കാട്ടില്ല. ഡൽഹിയിൽ നിന്ന് ഇവിടെ വന്നത് KCയെ ഒന്ന് MLA-മാരിൽ നിന്ന് ഒരു അഭിപ്രായ ഐക്യമുണ്ടാക്കി KC വേണുഗോപാലിനെ അവതരിപ്പിക്കുന്നതിൻ്റെ തന്ത്രഭാഗമായി എത്തിയതാണ്. അപ്പം ഇതെല്ലാം കൂടി നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഒരു കാര്യം ഉറപ്പിക്കാം, ഒട്ടും സുഗമമായിരിക്കില്ല ഇനി അങ്ങോട്ട് UDF-നെ സംബന്ധിച്ച്. പ്രത്യേകിച്ച് കോൺഗ്രസ്സിലെ ഈ പടലപ്പിണക്കങ്ങളും ഇതുമൊക്കെ സമാനതകളില്ലാത്ത ഗ്രൂപ്പ് പോരിലേക്ക് ഇനി കേരളത്തിലെ കോൺഗ്രസ് പ്രസ്ഥാനം കടക്കും. AICC-യിൽ നിന്ന് ചുവട് പറഞ്ഞ് KC വേണുഗോപാൽ ഇവിടെ മുഖ്യമന്ത്രി ആയാൽ ചെന്നിത്തലയും സതീശനും ഒന്നും വെറുതെ ഇരിക്കില്ല. എത്രയും പെട്ടെന്ന് ആ കസേര തെറിപ്പിക്കാനുള്ള പണി അവർ തന്നെ ചെയ്തോളും. അതിന് ഉള്ള സാധനങ്ങൾ വീണ് കിട്ടുകയും ചെയ്യും. ഈ തുടക്കം മുതലേ മുസ്ലിം ലീഗിൻ്റെ വാക്ക് കേൾക്കുന്നില്ല എന്ന ഒരു സാഹചര്യം വരുന്നു. ഘടകകക്ഷികൾക്കിടയിൽ ഇപ്പോൾ തന്നെ മുറുമുറുപ്പുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഭരണസ്തംഭനം സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞു. ഈ കളിക്കെങ്കിലും ട്രോളുകളുണ്ട്. പിണറായി വിജയൻ ഗവർണർക്ക് കത്തയച്ചു, എനിക്ക് 5 വർഷത്തേക്കും കാവൽ മുഖ്യമന്ത്രിയാകാൻ പറ്റില്ല എന്നൊക്കെ. അപ്പോൾ ഈ ഒരു സാഹചര്യം അത് എത്രയും വേഗം അവസാനിപ്പിക്കണമെന്നില്ലേ കോൺഗ്രസ്സിന്? ഇപ്പോൾ ഈ മുൻകാല KPCC അധ്യക്ഷന്മാരെയൊക്കെ വിളിച്ച് വീണ്ടും വളരെ സ്ലോവിൽ മട്ടിൽ ഈ പ്രൊസീജിയർ നീങ്ങുകയല്ലേ? അല്ല, ഇതൊക്കെ ഒരു കളമൊരുക്കലാണ്. KCക്ക് വേണ്ട കളമൊരുക്കാനാണ് ഹൈക്കമാൻഡിൻ്റെ ശ്രമം. എന്നാൽ ആ കളമൊരുക്കൽ അട്ടിമറിച്ച് ഒരു ജനവിധിക്ക് അനുസൃതമായ ഒരു മുഖ്യമന്ത്രി സെലക്ഷൻ യാഥാർത്ഥ്യമാക്കുകയാണ് ഒരുപക്ഷെ ഘടകകക്ഷികളുടെ തീരുമാനമായിട്ടുണ്ടാവും അല്ലേ? അത് തീരുമാനമൊക്കെ അവർ നേരത്തെ എടുത്തു വെച്ചു KCയെ ഇവിടെ മുഖ്യമന്ത്രിയാക്കാൻ. പക്ഷെ അത് ഹൈക്കമാൻഡിന് എളുപ്പത്തിൽ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ല. ആ തീരുമാനം അട്ടിമറിക്കപ്പെട്ടു. കാരണം അവിടെ ജനാധിപത്യം ഉണ്ടല്ലോ. ജനാധിപത്യം അതിശക്തമായ പ്രതിരോധം ഉയർത്തിയപ്പോൾ KCയെ മുഖ്യമന്ത്രിയായി വാഴിക്കുക അത്ര എളുപ്പമല്ലാതായി. ഇവിടെ 2 ഓപ്ഷനുകൾ ഇപ്പോൾ നിൽക്കുന്നു. ഒന്നൊരു സമവായ ഫോർമുലയുടെ ഭാഗമായി ചെന്നിത്തലയെ മുഖ്യമന്ത്രിയാക്കുക. അതിനുള്ള ഒരു സാധ്യത കൂടുതൽ തെളിഞ്ഞു വരികയാണ്. അത്തരത്തിൽ ഒരു ചിന്തയാണ് AK ആന്റണി ഉൾപ്പെടെയുള്ളവർ സോണിയാഗാന്ധിയുമായി പങ്കുവച്ചത്. സോണിയാഗാന്ധിയും അത്തരമൊരു ചിന്തയുടെ പാതയിലാണ്. മറുവശത്ത് രാഹുൽ ഇപ്പോഴും വാശിയില്ല. KCയെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആക്കണം എന്ന വാശി ഏറ്റവും അധികമുള്ളത് രാഹുൽ ഗാന്ധിക്കാണ്. KC വേണുഗോപാലിനെ സംബന്ധിച്ച് ഈ മത്സരത്തിൽ 1 ഇഞ്ച് പിന്നോട്ടേക്ക് താനില്ല
എന്നാണ് ആവർത്തിച്ച് അടുത്ത സുഹൃത്തുക്കളോട് പറയുന്നത്. കെ സിയുടെ ഗ്രൂപ്പ് മാനേജർമാർ ഒട്ടും നിസ്സാരക്കാരല്ല. മാത്യു കുഴൽനാടനെ പോലെ, വി സി വിഷ്ണുനാഥിനെ പോലെ വലിയൊരു ടീം പഴയ എ ഗ്രൂപ്പിനെ പൂർണ്ണമായും തൻ്റെ കാൽക്കീഴിലാക്കി കെ സി വേണുഗോപാൽ. എ ഗ്രൂപ്പിന് ആകെ ഒരു ആവശ്യം ബെന്നി ബെഹനാൻ ഇവിടെ KPCC അധ്യക്ഷനാകണം. അത്തരമൊരു ഇറച്ചി കഷ്ണം ഇട്ടുകൊടുത്ത് എ ഗ്രൂപ്പിനെ മുഴുവൻ തൻ്റെ കാൽക്കീഴിലാക്കാൻ ഇതിനകം തന്നെ കെ സിക്ക് കഴിഞ്ഞു. MLA മാരുടെ എണ്ണമെടുത്താൽ ചെന്നിത്തലയ്ക്ക് കാര്യമായ ഒരു സ്വാധീനമുണ്ട് എന്ന് നമുക്ക് പറയുക വയ്യ. VD സതീശന് കാര്യമായ സ്വാധീനമുണ്ട് എന്ന് പറയുക വയ്യ. പക്ഷെ അതിലൊക്കെ അപ്പുറം ജനങ്ങൾ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി തങ്ങളുടെ മുഖ്യമന്ത്രിയായി വരികയാണ്. ഇവിടെ മറ്റൊരു അപകടമുണ്ട്. KCയെ ഇപ്പോൾ കെട്ടിയിറക്കിയാലും ഇരിക്കൂർ മണ്ഡലത്തിൽ പോലും ജയിക്കുമെന്ന് എന്താണ് ഉറപ്പ്? അതെ, ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലത്തിൽ BJP സ്ഥാനാർത്ഥിയായി ശോഭ സുരേന്ദ്രൻ മത്സരിക്കും. ഒരുപക്ഷെ അവരെ കേന്ദ്രമന്ത്രി ആക്കിയതിന് ശേഷമാകും ആലപ്പുഴയിലേക്ക് ഇനി മോദി കൂട്ടിക്കൊണ്ടുവരിക. ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം കൈവിട്ടു പോയാൽ അത് ദേശീയ തലത്തിൽ കോൺഗ്രസിന് വലിയ നഷ്ടമുണ്ടാക്കും, വലിയ നാണക്കേടുണ്ടാക്കും. ഒരു KCക്ക് വേണ്ടി പാർട്ടി ഇതുപോലെ തുലയ്ക്കണോ? അതാണ് ഭൂരിപക്ഷം പ്രവർത്തകരും ഉയർത്തുന്ന ഒരു ചോദ്യം. ഈ മന്ത്രി ആയതിനു ശേഷം K മുരളീധരൻ പണ്ട് മത്സരിച്ചതുപോലെ ഒരു ഗതി വരുമോ എന്നൊരു ഭയം അവർക്കുണ്ട്. മുഖ്യമന്ത്രിയായ KC വേണുഗോപാലിനെ സംബന്ധിച്ച് അധികാര സ്വാധീനവും മറ്റ് MLA മാരുടെ പിന്തുണയുമൊക്കെ ആവാം മുരളീധരനുള്ള ഒരു കൈക്കരുത്ത്. പക്ഷെ അതുമായി ഇരിക്കൂറിൽ ചെന്നാൽ പോലും ജനം തിരിഞ്ഞാലെത്തി. ഇക്കുറി പിണറായി വിജയൻ സർക്കാരിനെതിരെ ജനങ്ങൾ കട്ടയ്ക്ക് വോട്ട് ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. അത് നമ്മെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. തളിപ്പറപ്പിൽ, പയ്യന്നൂരിൽ, മറ്റേ അവിടെയൊക്കെയുള്ള ജനവികാരം കണ്ടു. ധർമ്മടത്ത് പോലും പിണറായി വിജയൻ വെള്ളം കുടിക്കുന്നത് കണ്ടു. ഇപ്പം ഇരിക്കൂറൊന്നും സേഫല്ല. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായാൽ മന്ത്രിസഭ തന്നെ നിലംപൊത്തി. ഒരു മന്ത്രിസഭ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിലെത്തി മുഖ്യമന്ത്രി ജനവിധി തേടുന്ന മണ്ഡലത്തിൽ തോറ്റുപോയാൽ ആ മന്ത്രിസഭ തന്നെ നിലപൊത്തി. ഇത്തരമൊരു ദുർഘടാവസ്ഥയിലേക്ക് UDFനെ എത്തിക്കണോ? അതാണ് ഇവിടെ ഉയരുന്ന വലിയൊരു ചോദ്യം. പൊതുവേ ഈ ഉപതെരഞ്ഞെടുപ്പുകളിൽ UDFന് നല്ലൊരു ട്രാക്ക് റെക്കോർഡ് ഉണ്ടല്ലോ, അതായിരിക്കുമോ ഈ KC വേണുഗോപാലിനെ മുന്നിൽ? ആ ട്രാക്ക് റെക്കോർഡൊക്കെ സതീശനെ തഴയുന്നതോടെ തകർന്നു വീഴും. എല്ലാം തകർന്നു വീഴും. ഇപ്പോൾ UDFന്റെ പ്രതിച്ഛായ തന്നെ തകർന്നു വീണിരിക്കുകയാണ്. അഹന്തയും ധാർഷ്ട്യമില്ലാത്തൊരു പിണറായി ആയിരുന്നെങ്കിൽ പിണറായി തന്നെ ഭരിച്ചാൽ മതിയായിരുന്നല്ലോ എന്ന് ജനങ്ങൾ പറയുന്നത്. പിണറായി ജനം വെറുത്തത് അഹങ്കാരത്തിന്റെ പേരിലാണ്. ഗ്രൂപ്പ് വേണ്ട എന്ന് ആഹ്വാനം ചെയ്തതിന് ശേഷം സ്വന്തമായി ഒരു ഗ്രൂപ്പിന് സമാനമായ ഇൻഫ്രാസ്ട്രക്ചർ ചതിവ് KC ചെയ്തു എന്നാണ് മറ്റുള്ളവർ വിശ്വസിക്കുന്നത്. അത് അങ്ങനെ അവർ സമൂഹ മാധ്യമങ്ങളിലും ഒക്കെ പറയുമ്പോൾ അതിനെ നിഷേധിക്കാൻ കഴിയില്ല. കാരണം കത്തുന്ന തെളിവുകളാണ് നമുക്ക് മുന്നിൽ. ഒന്നും രണ്ടുമല്ല, 2021 മുതൽ KC വേണുഗോപാൽ സമർത്ഥമായി കളിച്ച കളിയുടെ ഓരോ അടയാളങ്ങളാണ് ഇപ്പോൾ പൊങ്ങി തെളിഞ്ഞു വരുന്നത്. ഈ മാത്യു കുഴൽനാടനും PC വിഷ്ണുനാഥും മറ്റ് MLA മാരും ഒക്കെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങണമല്ലോ. അവർ പരിഹസിക്കും. ഇവരുടെയൊക്കെ ആദർശത്തിൻ്റെ പൊയ്മുഖ വീണുടയുന്നത്. ഷാഫി പറമ്പിൽ കേരളത്തിലൊരു ലീഡർ എന്നുള്ള നിലയിൽ വലിയൊരു അടയാളമായിരുന്നു. പക്ഷെ അതൊക്കെ തകർന്നു വീണു. ഇവിടെ കരുത്തോടെ മുസ്ലിം ലീഗ് നിൽക്കുന്നു. മുസ്ലിം ലീഗിൻ്റെ ഒരു ആത്യന്തിക സമവായം ചെന്നിത്തലയിലെത്തി നിൽക്കുന്നു. ഒരു സമവായ മുഖ്യമന്ത്രി എന്ന നിലയിൽ ചെന്നിത്തലയെ സ്വീകരിക്കാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് മുസ്ലിം ലീഗ് ഇപ്പോൾ ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. ഇനി ഈ ഹൈക്കമാൻഡ് വിചാരിച്ചാൽ KC പിന്നോട്ട് പോകുമോ ഈ ഒരു അവസ്ഥയിൽ? ഹൈക്കമാൻഡിനെ നിയന്ത്രിക്കുന്ന ഒരു ശക്തിയാണ് KC വേണുഗോപാൽ. അതിനൊരു കാരണമേ ഉള്ളൂ. രാഹുൽ ഗാന്ധിയെ വല്ലാതെ നിയന്ത്രിക്കുന്നുണ്ട് KC അത്രയേറെ കരുത്തനായി ഡൽഹിയിൽ മാറിയെങ്കിൽ അതിന് പിന്നിൽ രാഹുൽ കൈയയച്ചു വിട്ടതാണ്. അപ്പോൾ വളർത്തിവിട്ട ഒരു ശക്തി കേന്ദ്രം ഇപ്പോൾ തന്നെ പോലും കീഴടക്കി നിൽക്കുന്നുവോ എന്നൊരു പേടി രാഹുലിനും ഉണ്ടാവും. അതുകൊണ്ട് അയാളെ ഒതുക്കി കൂട്ടിക്കയറ്റാൻ അത്ര എളുപ്പമല്ല. അതുകൊണ്ടാണ് കേരളത്തിൻ്റെ അധികാരം ഏൽപ്പിച്ച് അങ്ങ് വിട്ടേക്കാമെന്ന് രാഹുലും കരുതിയത്. പക്ഷെ അതും വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന വലിയ പുലിവാൽ ആയി മാറിയിരിക്കുകയാണ്. എന്തായാലും തിരഞ്ഞെടുത്ത ജനങ്ങൾ തന്നെ ജനപ്രതിനിധികളെ കളിയാക്കാൻ തുടങ്ങിയിരിക്കുന്നു. വലിയ നാണക്കേട് കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർക്കും UDF പ്രവർത്തകർക്കും ഉണ്ടാക്കിയിരിക്കുന്നു. ഇതുവരെയും ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ഉണ്ടാക്കിയെടുക്കാൻ അല്ലെങ്കിൽ തീരുമാനിക്കാൻ UDFന് സാധിച്ചില്ല, കോൺഗ്രസ്സിന് സാധിച്ചില്ല എന്നത് വലിയ പ്രതിസന്ധിയിലേക്കാണ് പാർട്ടിയെ കേരളത്തിൽ നീക്കുന്നത്. വരും ദിവസങ്ങളിൽ എന്താവും എന്നറിയാം. ഇനിയും സമയമെടുക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമസ്കാരം.